ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CHSL 2024 മാത്സിന്റെ ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനോടകം അരിത്തമെറ്റിക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും, ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സും ആവറേജ് മാത്രമേ ബാക്കിയുള്ളൂ, നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ എല്ലാ വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഡേ വൈസ് നമ്മുടെ മാത്സിന്റെ ക്ലാസ്സുകളും ബാക്കി സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും. മാത്സിന്റെ ക്ലാസ്സുകളിൽ ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ബെസ്റ്റ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ട് പോകുന്നവർക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ എക്സാമിന് വേഗത്തിൽ ചെയ്യാം, എങ്ങനെ നന്നായിട്ട് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് മെത്തേഡുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കാണാത്തവർ മസ്റ്റായിട്ടും പോയി കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മിക്സർ അലിഗേഷൻ ആണ്. അപ്പോൾ മിക്സർ അലിഗേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇതിന് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ മിക്സർ അലിഗേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ഈ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് 3 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ കണ്ടാൽ നിങ്ങൾക്ക് മിക്സർ അലിഗേഷന്റെ A to Z മുതൽ A to Z കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് നിങ്ങൾ മിക്സർ അലിഗേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പിന്നെ എവിടെ പോയി നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ടി വരത്തില്ല, ഡയറക്റ്റ് ആരടുത്ത് ഒരു ഡൗട്ടും ചോദിക്കേണ്ടി വരത്തില്ല. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, അത് പോയി സെർച്ച് ചെയ്ത് കാണത്തില്ല, വീണ്ടും ഡൗട്ട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഇതിലും ചെയ്യുന്ന പോലെ ബേസിക് ക്ലാസ്സുകൾ എവിടെ നിന്നാണ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യുക മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ദിശ അക്കാഡമിന്ന് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. അപ്പം ഇത് വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഈ ക്ലാസ് മിക്സർ CGL 23 വേണ്ടി ചെയ്തതാണ്. മിക്സർ അലിഗേഷൻ പാർട്ട് 1 ഏകദേശം 52 മിനിറ്റ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിക്സർ അലിഗേഷൻ എവിടെയും പോയി കാണേണ്ടി വരത്തില്ല. അടുത്തത് മിക്സർ അലിഗേഷൻ പാർട്ട് 3 പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 ഇവിടെ മിക്സർ അലിഗേഷൻ പാർട്ട് 2 അതൊരു 40 മിനിറ്റിന്റെ വീഡിയോ. മിക്സർ അലിഗേഷൻ പാർട്ട് 3 നടക്കുന്നു 1 മണിക്കൂർ 3 മിനിറ്റ്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസും ഫുൾ കൺസെപ്റ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ 3 ക്ലാസ്സുകളും കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ വലിയൊരു നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ അത് മസ്റ്റായിട്ട് കാണണം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്താണ് കൺസെപ്റ്റ്, എങ്ങനെയാണ് നമ്മൾ അലിഗേഷൻ ഉപയോഗിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അലിഗേഷൻ പല സ്ഥലത്ത് ഉപയോഗിക്കാം, അതെല്ലാം അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും അത് കാണണം. അതിലെ നോട്ടുകൾ നിങ്ങൾക്ക് എന്ന് ഉപകാരപ്പെടും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും എത്രത്തോളം നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. അത് കാണാത്തവർക്ക് ഇത് എങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്ന് വരെ എന്ത് ചെയ്യും, മനസ്സിലാവത്തില്ല. അത് പേന എടുക്കാതെ മിക്സർ അലിഗേഷൻ എങ്ങനെ ചെയ്യാന്ന് വരെ അവിടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ടും കാണണം. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാതെ വീണ്ടും ഞാൻ ആ ബേസിക് ക്ലാസ്സുകൾ ഇവിടെ തരുന്നതിൽ ഒരർത്ഥമില്ല. അതുകൊണ്ടാണ് ബേസിക് ക്ലാസ്സുകളുടെ ലിങ്ക് അവിടെ തന്നിട്ട്, കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ബേസിക് ക്ലാസ് അവിടെ തന്നിട്ട് നിങ്ങൾ അത് കാണും. എന്നിട്ട് ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ എല്ലാത്തിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ് SSC റെയിൽവേയുടെ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് CHSL പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാവുന്നതാണ്. ഒരു സ്ട്രക്ചറൽ വേയിൽ ഫുൾ കൺസെപ്റ്റും വിത്ത് ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർക്കും അങ്ങനെയും പഠിക്കാം. എന്തായാലും നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ആ ഒരു എക്സാം, നിങ്ങൾ ഈ ഒരു SSCയുടെ എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആ ബേസിക് ക്ലാസ്സിൽ എല്ലാവരും കണ്ട് നല്ല സെറ്റായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ താനെ നിങ്ങൾ അവിടെ പോയി കണ്ടോളും, കുഴപ്പമില്ല. നിങ്ങൾ ക്ലാസ് ഇപ്പം വൃത്തിയായിട്ട് കാണുക. പഠിച്ചവർക്ക് ഏറ്റവും ഒരു അടിപൊളി പ്രാക്ടീസ് ആണ് ഇവിടെ ഞാൻ തരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു 460 ലിറ്റർ മിക്സറിൽ മിൽക്കും വാട്ടറും ഉണ്ട്. How much milk must be added to the mixer so that it contains milk and water in the proportion 3:2? ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, വാട്ടറാണ് ചേഞ്ച് ചെയ്യുന്നത്, മിൽക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം മിൽക്കിനെ ഈക്വൽ ആക്കാൻ വേണ്ടി 33, 36, ഇത് 33, 22, കൂടിയത് 14, 14ന്റെ വാല്യൂ ആണ് വേണ്ടത്. ആദ്യം 69, 69ന്റെ ആണ് 46, നമുക്ക് എന്ത് വേണം, 14ന്റെ വാല്യൂ വേണം. അപ്പോൾ 7 ഇല്ല, 7ന്റെ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഡി. അപ്പം ഞാൻ ഇത്ര എഴുതത്തുള്ളൂ. ഞാൻ എഴുതുന്നത് ഇത്രയായിരിക്കും എൻ്റെ എഴുത്തെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്, മൈൻഡിലുള്ള കാൽക്കുലേഷൻ ആണ്. അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള വഴികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇനി ഞാൻ എന്താണ് ഞാൻ ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഇവിടെ മിൽക്കും വാട്ടറും ഇപ്പം ഇങ്ങനെ എഴുതി പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ സൊല്യൂഷൻ ചെയ്യണം എന്നല്ല. ഇപ്പോൾ പലരും വിചാരിക്കുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എഴുതുന്ന ആ ഒരു സാധനം തന്നെ അവിടെ പോയി അതേപോലെ എഴുതണം എന്നാണ്. അല്ല, എക്സാമിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ആ സൊല്യൂഷൻ എഴുതുന്നവർക്ക് കൂടുതൽ മാർക്ക് കിട്ടും, കൂടുതൽ സമയത്ത് പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്. ഇത് ക്ലാസ്സുകളിലൊന്നും ആരും അങ്ങനെ പറയാറില്ല. ഒരു ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും ക്ലാസ് ഇങ്ങനെ പറഞ്ഞു തരാനുണ്ടോ? ഇത്രയും ചെയ്താൽ കാര്യം എന്താണ്, കുട്ടികൾ പറയും ഇത് എന്താവത്തില്ല, മനസ്സിലാവത്തില്ല, ഭയങ്കര സ്പീഡാണ്. പക്ഷേ യൂസ് ആവുന്ന കാര്യം ഇതാണ്. എങ്ങനെയുള്ളവർക്ക്
ആ ഒരു ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കട്ട് ഓഫ് ഇപ്പം കിട്ടും. എന്നാൽ കട്ട് ഓഫിന് ജസ്റ്റ് പാസ്സായിട്ടും കാര്യമില്ല. അവർക്ക് വേണ്ടിയും പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ബേസ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മിൽക്കും വാട്ടർ റേഷ്യോ എന്താണ്? 11:12 ഉള്ളത്. അപ്പോൾ ഹൗ മച്ച് മിൽക്ക് മസ്റ്റ് യു ആഡ് ടു ദ മിക്സർ സോ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ പ്രൊപ്പോർഷൻ 3:2. അപ്പോൾ എന്തായി? 3:2 ഫൈനൽ റേഷ്യോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ മിൽക്കിന്റെ അളവ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ 11 യൂണിറ്റ്, ഇവിടെ 3 യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മേലത്തെ ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക, ഇത് എന്തുവാ 11 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ 33:36, ഇവിടെ 33:22. റേഷ്യോയുടെ ക്ലാസ് എല്ലാം പഠിപ്പിച്ചാണ്. അപ്പോൾ എന്തായി? മിൽക്ക് സെയിം ആയി. ഇപ്പോൾ എത്ര യൂണിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്? 14 യൂണിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? 33, 36, 69 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. എത്ര? 460 ലിറ്റർ. നമുക്ക് എന്തിന്റെ വാല്യൂ വേണം? 14ന്റെ വാല്യൂ വേണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് 7 എന്ന് പറഞ്ഞാൽ അടിയിലത്തെ 7 ഇല്ല. അടിയിൽ 7 ഇല്ല. എൻ്റെ അർത്ഥം എന്താണ്? അടിയിലത്തെ 7 വെട്ടാൻ വേണ്ടി മേളിൽ എന്തില്ല? മേളിൽ 7 ഉണ്ട്. അപ്പോൾ ആൻസറിനകത്ത് എന്ത് കാണും? 7 കണ്ടേ പറ്റും. ഞാൻ ഇത്ര വെച്ചോളൂ. നിങ്ങൾ വേണമെങ്കിൽ 23 വെച്ച് വെട്ടി, ഇത് 20, ഇവിടെ 3. ഓക്കെ, 20/3 14. ഓക്കെ, വെള്ളി തെറ്റിയോ? കാൽക്കുലേഷനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഓക്കെ, നോക്കാം. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 460ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എത്ര? 33, 36. must be added. ഓക്കെ, മിൽക്ക് ആൻഡ് വാട്ടർ. മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണേ കേട്ടോ. അതുകൊണ്ടാണ് അവിടെ. ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ, കാൽക്കുലേഷൻ നോക്കണം. ഏതാണ് കോൺസ്റ്റന്റ് നോക്കണം കേട്ടോ. ആൻസർ ചേഞ്ച് വരുമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, ഞാൻ മറ്റേതാ പറഞ്ഞത്. ഓക്കെ, മറ്റേത് കോൺസ്റ്റന്റ് പറഞ്ഞു. ഓക്കെ, നോക്കാം. ഓക്കെ, അത് നോക്കണേ. അപ്പോൾ മിൽക്കും വാട്ടറാണ്. ഓക്കെ, തിരിച്ചാണ്. മിൽക്കും ഹൗ മച്ച് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ മിൽക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ടറാണ് കോൺസ്റ്റന്റ് കേട്ടോ. ഈ 12 ആണ് കോൺസ്റ്റന്റ്. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ എന്താണ്? ഓക്കെ, ഇവിടെ 2 ആണ്. ഇതിനെ എന്ത് ചെയ്യണം? 2നെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ റേഷ്യോ? 11:12 ഇനിഷ്യൽ റേഷ്യോ. പിന്നെ എന്താവും? 18:12. ഓക്കെ, ഇപ്പോൾ എന്തായി? വാട്ടർ കോൺസ്റ്റന്റ് ആയി. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 7 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യം പറഞ്ഞ കാര്യം സെറ്റ് ആയത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളൂ. നോക്ക്, നമ്മൾ ഫസ്റ്റ് ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? 11, 12 ശ്രദ്ധിച്ചോണം കേട്ടോ. ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഹൗ മച്ച് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ ആണ് കോൺസ്റ്റന്റ്. അതായത് ഇതാണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി ഇവിടെ എന്താവും? 6 ഗുണിക്കുമ്പോൾ ഇവിടെ 12 ആവും, ഇവിടെ 18 ആവും. 11 18 ആവാൻ വേണ്ടി 7 യൂണിറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ ഉള്ള 33ന്റെ വാല്യൂ ആണ് 460, 33ന്റെ വാല്യൂ ആണ് 460 അല്ലേ? 23ന്റെ വാല്യൂ ആണ് 11, 12, 23ന്റെ വാല്യൂ ആണ് 460. നമുക്ക് എത്ര വാല്യൂ വേണം? 7ന്റെ വാല്യൂ വേണം. ആൻസർ 7ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, 20 × 7 അങ്ങനെ വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അതാണ് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ 11, 12, 23ന്റെ വാല്യൂ ആണ് നമുക്കുള്ളത് 460. നമുക്ക് എത്രന്റെ വാല്യൂ വേണം? ആഡ് ചെയ്യുന്നത് എത്ര? 11 നിന്ന് 18 ആവാൻ വേണ്ടി 7 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ മറ്റേതിനകത്ത് നമ്മൾ എന്താ പ്രശ്നം വന്നെന്ന് പറയട്ടെ. അവിടെ നമ്മൾ റേഷ്യോ എടുത്തപ്പോൾ ആഡ് ചെയ്യുമല്ലായിരുന്നു, കുറയുമായിരുന്നു ചെയ്തത്. ഓക്കെ, ആ റേഷ്യോ കുറയായിരുന്നു ചെയ്തത്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, യെസ്. 20 × 7 നമുക്ക് എന്ത് കിട്ടും? 140 ലിറ്റർ. അത് ശ്രദ്ധിച്ചോണം. അതെനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. യെസ്, ഓക്കെ, അതെനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാൻ അളവ് വാട്ടറിൻ്റെ മിൽക്ക് ആണ് ആഡ് ചെയ്യുന്നത്. ഞാൻ വെച്ച് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ എടുത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. ഹൗ മെനി കിലോഗ്രാംസ്? അപ്പോൾ ഇതൊക്കെ മിക്സർ എലിഗേഷൻ ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർ ഈ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 18 റുപ്പീസ് ഉള്ളത്, 14 റുപ്പീസ് ഉള്ളത്, റിസൾട്ടിങ് 15 ഉള്ളത്. റേഷ്യോ എന്ത് കിട്ടും? 1:3 കിട്ടും. അപ്പോൾ ഇത് മിക്സറാണ്, ഇത് ആഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പം മിക്സ്ഡ് വിത്ത് 30 കിലോഗ്രാം. അപ്പോൾ 3ന്റെ വാല്യൂ ആണ് കിട്ടുന്നത് 30 കിലോ. രണ്ടാമത്തെ സാധനം 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കിലോ. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്ക് ആ ഒരു ക്ലാസ് കണ്ടാൽ ക്ലിയർ ആയിട്ട് എന്താവും? മനസ്സിലാവും എങ്ങനെയാണ് അലിഗേഷൻ ചെയ്തത് എല്ലാം. ഇതിനകത്തൊരു പാത്രത്തിൽ 560 മിൽക്ക് ഉണ്ട്. എവറി സിംഗിൾ ഡേ 56 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് റീപ്ലേസ്ഡ് ബൈ സിമിലർ വോളിയം ഓഫ് വാട്ടർ ഇഫ് ദ പ്രോസസ് റിപ്പീറ്റഡ് 2 times. അതായത് 2 വേണം. 2 more times അല്ല, 2 വേണം. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് മിൽക്ക് ലെഫ്റ്റ് ഇൻ ദ കാൾഡ്രോൺ ഫൈനലി. അതായത് 560 ഉണ്ടായിരുന്നു, അതിനകത്ത് എന്ത് ചെയ്തു? 56 ലിറ്റർ. അപ്പോൾ 560ൽ 56 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ 10%. അപ്പോൾ 10% എടുക്കുമ്പോൾ മിൽക്കിന്റെ എത്ര ശതമാനവും ബാക്കി? 90%. അത് 9/10. ഇനിഷ്യൽ വാല്യൂവിന്റെ 1 മൈനസ് എടുക്കുന്ന വാല്യൂ 56/560. ഇതൊക്കെ ആ ഒരു മിക്സർ എലിഗേഷന്റെ 3rd ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 3rd ക്ലാസ് മിക്സർ എലിഗേഷൻ ഞാൻ കാണിച്ച 3rd ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 90% വീണ്ടും ഇത് ചെയ്തു. വീണ്ടും ഇതിനകത്ത് 56 എടുത്തു. വീണ്ടും 56 എടുക്കുമ്പോൾ മിൽക്ക് എന്താവും? മിൽക്കിന്റെ 90%. ഓക്കെ, 90% എത്ര? ഇതായിരിക്കും ഫൈനൽ വാല്യൂ. ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 പോയി നമ്മുടെ ആൻസർ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എത്ര അവസാനിക്കും? 81ന് 1, 6 അവസാനിക്കും. 6 അവസാനിക്കും. ഇത് 2 ഓപ്ഷൻ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 6, 11, 18, 4. 9ന്റെ മൾട്ടിപ്പിൾ അല്ല, 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് എത്ര കാണും ബാക്കി? 453.6 ലിറ്റർ നമുക്ക് എന്ത് കാണും? മിൽക്ക് ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ ഒരു ക്ലാസ്സുകൾ കാണുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഒരു മിൽക്ക് മാൻ പ്രിപ്പയർസ് മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. 15 ലിറ്റർ മിക്സറിൽ 10% വാട്ടറാണ്. ഹൗ മച്ച് മോർ വാട്ടർ ഷുഡ് ബി ആഡഡ് ടു മിക്സർ സോ ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ബിക്കം 60. അപ്പോൾ ഇവിടെ നോക്ക്, 10% വാട്ടർ ഉണ്ട്, 15 ലിറ്റർ മിക്സർ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ അളവ് വന്നിട്ടുണ്ട്.
10% വാട്ടർ. ഹൗ മച്ച് മോർ വാട്ടർ, വാട്ടർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ എത്ര ശതമാനമാണ്? 100% ആണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബേസിക് ക്ലാസ്സുകൾ കണ്ടേ പറ്റും. ഡീപ്പായിട്ട് അതുകൊണ്ടാണ് ആ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പം വാട്ടർ ആഡ് ചെയ്യുന്നു, ഇത് വാട്ടറിന്റെ കാര്യമാണ്. 100% വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ 100%. മിൽക്ക് 60% എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ എത്ര വരും? ബാക്കി 40%. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 60 ഇവിടെ 30, 60 30 60 30. ആ 30 ഇവിടെ എഴുതും, 60 ഇവിടെ എഴുതും. ഇപ്പോൾ 2:1 ആണ്. ഇപ്പോൾ 2ന്റെ വാല്യൂ 15, 1ന്റെ വാല്യൂ എത്രയാണ്? 7.5. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് എന്താണ് ഈ ചെയ്തു വെച്ചേക്കുന്നതെന്ന് മനസ്സിലാവാത്തവർക്ക് ആ ഒരു ക്ലാസ് മസ്റ്റായിട്ടും കാണണം. അതിനുവേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണെന്നും എല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രാഷ് കോഴ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? നേരത്തെ ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം. ഓക്കെ. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇത് അവിടെ പറയുന്നുണ്ട്, മിക്സറിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഓക്കെ. 2 vessels of equal capacity, ഇതും ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫിൽഡ്, കണ്ടെയ്ൻസ് മിക്സർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 5:1 6:5 ആണ്. ബോത്ത് മിക്സേഴ്സ് ആർ നൗ മിക്സ്ഡ് ടു thoroughly. വാട്ട് ഇസ് ദ റേഷ്യോ മിൽക്ക് ആൻഡ് വാട്ടർ? എല്ലാം മിൽക്ക് ആൻഡ് വാട്ടർ ആണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാനിത് പേന എടുക്കാതെ ചെയ്യുന്ന ദിവസമാണ്. ഇവിടെ ടോട്ടൽ 6 വന്നു, ഇവിടെ 11 വന്നു. ഈക്വൽ കപ്പാസിറ്റി ആണ്. പിന്നെ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 55, ഇത് 11 ആവും. ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കണം. 36. അപ്പോൾ 55 36 91. 91 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. 91 എന്താണ്? പ്രൈം നമ്പറാണ്. അല്ല, 91 പ്രൈം നമ്പർ അല്ല, പക്ഷേ 91 വരുന്ന ഓപ്ഷൻ ഇതുണ്ട്. ഇതേ ഉള്ളൂ. 91 മൾട്ടിപ്പിൾ വേറെ ഒന്നുമില്ല. 91 എന്ന് പറഞ്ഞാൽ 13 × 7 ആണ്. 13 7 വേറെ ഒരു എത്തില്ല. കണ്ടോ? 13 അല്ലെങ്കിൽ 7 വേണം. ഓക്കെ. 13 7 4 ഇല്ല. 28 ഒരിക്കലും വരത്തില്ല. 91ന്റെ ഫാക്ടർ അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എന്ത് ചെയ്യാം? പേന എടുക്കാതെ ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യുന്നത്? 5നെ 1നെയും 6നെ 5നെയും ടോട്ടൽ ഈക്വൽ ആക്കണം. ഈക്വൽ കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 11 കൊണ്ട് ഗുണിക്കുമ്പോൾ 55 11. ഇവിടെ എന്ത് 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 36 30. മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 91. ഇവിടെ 41. 91 പക്ഷെ എന്ത് വേണ്ട ഇതിന് പേന വേണ്ട. പേന എടുക്കാതെ തന്നെ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിക്സർ ഓഫ് ആൽക്കഹോൾ വാട്ടറും ആൽക്കഹോളും വാട്ടറും 3:7 ആണ്. ആൽക്കഹോൾ 3 ആണെങ്കിൽ വാട്ടർ 7 ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 4 ലിറ്റർ മോർ വാട്ടർ ദാൻ ആൽക്കഹോൾ. അപ്പോൾ എത്ര യൂണിറ്റ് അവിടെ കൂടുതൽ? ഇത് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ. 4 യൂണിറ്റ്. 4ന്റെ വാല്യൂ ആണ് 4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ് ആണ്. അപ്പോൾ 4ന്റെ വാല്യൂ 4 ലിറ്റർ ആണെങ്കിൽ 7ന്റെ വാല്യൂ എത്ര ലിറ്റർ ആണ്? 7 ലിറ്റർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വാട്ടർ റേഷ്യോ എ ഷോപ്പ് കീപ്പർ മിക്സസ് 2 varieties of rice costing 28 per kg and 40 per kg. ഗെറ്റ് എ മിക്സർ 32. ഇതൊക്കെ ഞാൻ പേരെടുക്കാതെ ഞാൻ ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പേന എടുക്കുക ചെയ്യാം. ഈ 32 എന്ന് പറഞ്ഞാൽ മിക്സറാണ്. അത് നടുക്ക് ഇവിടെ വരുമെന്നൊന്ന് സങ്കല്പിക്കുക. 32 ആകുമ്പോൾ ഇവിടെ ഡിഫറൻസ് 4, ഇവിടെ ഡിഫറൻസ് 8. 8 ഇവിടെ വരും, 4 ഇവിടെ വരും. 2:1 ഓപ്ഷൻ ബി. ഇത് മനസ്സിലാവാത്തവർക്ക് ഇത് പെൻ ഫ്രീ ആയിട്ട് എഴുതി ചെയ്യുന്നവർക്ക് എന്താണ്? അവിടെ ഒരു 2 സെക്കൻഡ് നിങ്ങൾ എഴുതുന്ന ആ ഒരു 3-4 സെക്കൻഡും 5 സെക്കൻഡും എന്താണ്? കൗണ്ടബിൾ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് നിങ്ങൾ ആ ഒരു ക്ലാസ് കണ്ട എന്താവും? പെർസെൻറ്റേജ് എങ്ങനെയാണ് എഴുതുന്നത്? അതിൻ്റെ ഒരു പുതിയ മെത്തേഡാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത മെത്തേഡാണ്. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് പൾസസ് അറ്റ് 80 per kg. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് എന്താണ് ഈ അലിഗേഷൻ, എന്താണ് ഈ വെയിറ്റഡ് ആവറേജ് ആയിട്ടുള്ള ബന്ധം, അതെല്ലാം അവിടെ പറയുന്നുണ്ട്. ഓക്കെ. 80 ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് പൾസസ് അറ്റ് 80 rupees per kg ക്യാൻ മിക്സർ അറ്റ് 95 per kg സോ ദാറ്റ് മിക്സർ 85. ഇപ്പോൾ 85 ഇവിടെ വരും എന്ന് വിചാരിച്ചു. അപ്പോൾ ഡിഫറൻസ് എത്ര വരും? ഇവിടെ 5, 85 95 10 10:5 2:1 ഓപ്ഷൻ സി. എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റിനും പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. ചുമ്മാ എഴുതുന്ന ആവശ്യം എന്താ? ചില ക്വസ്റ്റിൻ്റെ പാർട്ടായിട്ട് വരും ഇത്. അത് നമുക്ക് എഴുതിയാതെ ചെയ്താൽ ഒരുപാട് ഗുണം കിട്ടും. ക്വസ്റ്റ്യൻ. മിക്സർ ഓഫ് 2 liquid X and Y 5:3 ആണ്. 6 liters of mixture is drawn off and when replaced with Y. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. The ratio X and Y 5:7. How many liters of liquid X was contained in the beaker initially? ഓക്കെ. അപ്പോൾ ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ മിക്സർ അലിഗേഷൻ്റെ 3rd ക്ലാസ്സിൽ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കാര്യം, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അവിടെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നത്. അതായത് 1 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അത് എത്ര പേര് കാണുന്നു? ഫസ്റ്റ് ക്ലാസ് 5000 പേര് കണ്ടാൽ അത് രണ്ടാമത്തെ ക്ലാസ് ആകുമ്പോൾ 2500 ആവും. മൂന്നാമത്തെ ക്ലാസ് ആകുമ്പോൾ 1000 പേരാവും. അങ്ങനെ കണ്ടിട്ട് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഞാൻ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ക്ലാസ്സിൻ്റെ ലിങ്കുകൾ തരുന്നത്. നിങ്ങൾ അങ്ങനെ പുതിയ ആൾക്കാർ കാണും, അവർക്ക് എന്ത് ചെയ്യാം? പോയി പഠിച്ച് വന്നിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഈ ഒരു എക്സാമിന് എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടു. 6 ലിറ്റർ എടുത്തു, മിക്സറിൽ നിന്ന് 6 ലിറ്റർ എടുത്തു. ഞാൻ കൺസെപ്റ്റ് പറയുന്നുണ്ട്, പക്ഷേ ഡീപ്പായിട്ടുള്ളത് ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 6 ലിറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട്, ഇപ്പം 6 ലിറ്റർ എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ അതിനകത്തുള്ള റേഷ്യോ എന്ത് തന്നെ ആയിരിക്കും? എക്സിൻ്റെ വൈയുടെ 5:3 എന്നായിരിക്കും. അതാണ് മിക്സറിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ 6 ലിറ്റർ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലിഗേഷൻ ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ടോട്ടൽ എത്ര? 8 5 ആണ്. 6 മിക്സർ എടുത്തിട്ട് റീപ്ലേസ് ചെയ്ത് വൈ. അപ്പോൾ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈയിൽ എക്സ് എന്തില്ല? വൈയിൽ ഇത് മിക്സറാണ്, ഇത് ഇനിഷ്യൽ മിക്സറാണ്. നമ്മൾ എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്? വൈ കൊണ്ടാണ്. വൈയുടെ മിക്സറിൻ്റെയും വൈയുടെ റേഷ്യോ നമുക്ക് കിട്ടും. 6 ലിറ്റർ എടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എക്സിൻ്റെ അളവ് എന്താണ്? നമ്മൾ അലിഗേഷൻ ചെയ്യുന്നത് എക്സിലാണ്. അതെല്ലാം നമ്മൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ.
ആ ക്ലാസ്സിൽ. അപ്പോൾ 0 ആണ് എന്തെന്ന് പറയുന്നത് വൈയിൽ എക്സിൻ്റെ അളവ്. ഇനി എക്സ് ആൻഡ് വൈയുടെ റേഷ്യോ എന്താവും 5/7 എന്ന് പറഞ്ഞാൽ 5/12 ആവും. 5/12 ആവും. ഈ റേഷ്യോ എല്ലാത്തിനെയും മാറ്റാൻ വേണ്ടി ഇൻറ്റിജർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എല്ലാത്തിനെയും 24 കൊണ്ട് 8ന്റെ 12 LCM ആയിട്ടുള്ള 24 കൊണ്ട് ഗുണിക്കുക. അപ്പം ഇവിടെ 3 കൊണ്ട് ഗുണിക്കും 15, 0 കൊണ്ട് 24 0 ആണ്. 24 വരുമ്പോൾ 24 12 കൊണ്ട് 2 10 എന്ന് വരും. റേഷ്യോ എന്ത് കിട്ടും, ഇവിടെ 10ഉം ഇവിടെ 5 എന്ന് കിട്ടും. അതായത് 2:1 എന്ന് കിട്ടും. 2:1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2 യൂണിറ്റ് ആണ് മിക്സർ എങ്കിൽ 1 യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്ത നമ്മുടെ ആഡ് ചെയ്ത വൈ എന്ന് പറയുന്നത്. അപ്പോൾ ആഡ് ചെയ്ത വൈയും റീപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം അളവ് കൊണ്ട് മാറ്റി, അതാണ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 6 ലിറ്ററിൽ നമ്മൾ എടുത്തത്, 6 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഒഴിക്കുന്ന വൈയും എത്ര ആയിരിക്കും, 6 ലിറ്റർ ആയിരിക്കും. ഇപ്പോൾ 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ലിറ്റർ ആണ്. അപ്പം ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു, 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 6 ലിറ്റർ എടുത്തതിന് ശേഷമുള്ള വാല്യൂ മിക്സറിന്റെ. അപ്പോൾ മിക്സറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര, 2ന്റെ കൂടെ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12 ലിറ്റർ ആണ്. 12ന്റെ കൂടെ 6 കൂട്ടി 18 ആയിരുന്നു ഇനിഷ്യലി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 യൂണിറ്റ്. ഈ 2 യൂണിറ്റും ഈ 1 യൂണിറ്റോട് ചേർന്നാണ് ഇപ്പോഴത്തെ അളവ്. ഓക്കെ, ഈ 1 യൂണിറ്റ് സെയിം ആണ് റീപ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് എത്ര, നമ്മുടെ ടോട്ടൽ ഇനിഷ്യൽ വാല്യൂ. ഇപ്പം 1 യൂണിറ്റ് 6 ആണെങ്കിൽ 3 യൂണിറ്റ് 18 ആണ്. ഇതായിരുന്നു ഇനിഷ്യൽ വാല്യൂ. ഇതിൽ എക്സിന്റെ വാല്യൂ വെച്ചിട്ടുള്ളത്. ഇതിൽ എക്സ് എത്ര ആയിരുന്നു, 5/8 ആയിരുന്നു. ടോട്ടൽ 8 ഉണ്ടെങ്കിൽ 8ന്റെ വാല്യൂ 18 ആണ്, 5ന്റെ വാല്യൂ 15, 90/8 എന്ന് വെച്ചാൽ 45/4. 45/4 എന്ന് പറയുമ്പോൾ 45ന്റെ പകുതിയുടെ പകുതി, 22.5യുടെ പകുതി 11.25. ഓപ്ഷൻ സി എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ടൈപ്പ് വരുവാണെങ്കിൽ എങ്ങനെ സ്പീഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്ലാസ് കാണാത്തവർക്ക് അതൊരു നഷ്ടം തന്നെയാണ്. ഞാൻ വീണ്ടും പറയാം, അപ്പോൾ എത്ര പേര് നിങ്ങൾ ഈ ഒരു CHSL സീരീസ് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു, അത് നിങ്ങളൊന്ന് നോക്കണം. ആദ്യത്തെ ക്ലാസ് 5000 6000 പേര് കാണുന്നു, രണ്ടാമത്തെ ക്ലാസ് 2000 പേര് കാണുന്നു, മൂന്നാമത്തെ ക്ലാസ് 1000 പേര് കാണുന്നു, നാലാമത്തെ ക്ലാസ് 1000 പേര് കാണുന്നു, പിന്നെ തൊട്ട് 500 600 700 പിന്നെ 300 ആ ഒരു റേഞ്ചിലോട്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യനൊക്കെ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ എത്ര സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു തരാം. മിക്സർ ഓഫ് 2 ലിക്വിഡ്സ് 4:1 10 ലിറ്റർ മിക്സർ എടുത്തു. ഇപ്പോൾ നേരത്തെ പോലെ തന്നെ 10 ലിറ്റർ എടുത്തിട്ട് ബി ഒഴിച്ചു. ബി ഒഴിക്കുന്നത് എത്ര തന്നെയാണ്, 10 തന്നെയാണ്. റേഷ്യോ എത്രയായി, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എ വാസ് പ്രസന്റ് ഇൻ ദ ജാർ ഇനിഷ്യലി. അപ്പോൾ നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയൊന്നും എഴുതുന്നില്ല. നിങ്ങൾ എക്സാമിന് ഇത് പഠിച്ചിട്ട് പോയിട്ട് എങ്ങനെയാണ് ഇതേ ടൈപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ജസ്റ്റ് എന്താണ്, ഈ ഒരു റേഷ്യോ മാത്രമേ മാറത്തുള്ളൂ, കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ 10 എടുത്തു. 10 എടുത്തതിന് ശേഷം എ എത്ര ഉണ്ടായിരുന്നു, എ 4/5. വേറെ രീതിയിലും ചെയ്യാതെ ഞാൻ പറഞ്ഞുതരാം. 4/5 ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് എന്താ, ബി ആണ് ആഡ് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ്. എയുടെ അളവ് എന്തായി, റേഷ്യോ 2/3 ആയി. ഇപ്പോൾ 2/5 ആയി. എന്ത് ചെയ്യാം, 5 എല്ലായിടത്തും കൊണ്ട് വെട്ടിക്കളയാം. ഇപ്പോൾ 4:2 ഇവിടെ 2 വരും. 2:2 എന്ന് പറഞ്ഞാൽ ഇത് 2 ആണ്. 1:1 എന്ന് കിട്ടും. അതായത് ഇനിഷ്യലി എത്രയാണ്, ഈ 1ന്റെ വാല്യൂ ആണ് 10. ഇനിഷ്യലി 2 യൂണിറ്റ് ഉണ്ടായിരുന്നു അല്ലേ, 2 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 യൂണിറ്റിന്റെ വാല്യൂ ആണ് 20. ഇനിഷ്യലി 20 ഉണ്ടായിരുന്നു. 20ൽ 4/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 × 4 16. ഇന്ന് ഇത്രയും ചെയ്താൽ മതി. നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. നമ്മൾ കുറച്ചുകൂടെ ഈ 1ന്റെ വാല്യൂ 10 ആണെങ്കിൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന എന്തായിരുന്നു, ആ 1ഉം ഈ 2 യൂണിറ്റ് ആണ്. ഓക്കെ, 10 എടുത്തതിന് ശേഷമുള്ള വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. 1 എത്രയാണ്, 10 ആണ്. അങ്ങനെയും വേണം ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ 2 യൂണിറ്റിന് വാല്യൂ. ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. വേറൊരു വഴി പറയാം. 4/5 80% ഉണ്ടായിരുന്നു ആദ്യമേ എ എന്ന് പറയുന്നത്. ഇപ്പം എന്തായി, 2/5 40% ആയി. അപ്പോൾ അതതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50% എന്ത് ചെയ്തത്, നമ്മൾ എടുത്ത് മാറ്റിയത്. അതായത് 10 ലിറ്റർ മാറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 50% ആയിരുന്നു. ഇപ്പോൾ 50% 10 ആണെങ്കിൽ 20% ടോട്ടൽ 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. ഇപ്പോൾ 20 ആയിരുന്നു ഇനിഷ്യൽ ഉണ്ടായിരുന്നത്, അതിൻ്റെ 80% 16 ലിറ്റർ. അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ എന്താണ്, ഈ ഒരു റേഷ്യോയിൽ തന്നെ വരണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താ, നമ്മുടെ കയ്യിൽ അടിപൊളി മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഇതേപോലത്തുള്ള ടൈപ്പ് ക്വസ്റ്റിന് യൂസ് ചെയ്യാം. യെസ്, അടുത്ത് നമുക്ക് കുറച്ച് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് കൂടെ വേറെ എക്സാമിന് വന്നു. എല്ലാം പ്രീവിയസ് തന്നെയാണ്. എ ബോട്ടിൽ ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ് 4 part are വാട്ടറും 5 part are ഫ്രൂട്ട്. ഹൗ മച്ച് മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ് വിത്ത് വാട്ടർ സോ ദാറ്റ് മിക്സർ മേ ബി ഹാഫ് വാട്ടർ ഫ്രൂട്ട് ഹാഫ് എക്സ്ട്രാക്ട്. കറക്റ്റ് മിക്സർ അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ സെയിം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ലിക്വിഡിൻ്റെ ചെയ്യാം. ലിക്വിഡിൽ അലിഗേഷൻ ചെയ്യാം. 4/9 എന്നുള്ളത് മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ് ആൻഡ് റീപ്ലേസ് വിത്ത് വാട്ടർ. അപ്പോൾ ഇത് മിക്സറാണ്, വാട്ടറാണ് റീപ്ലേസ് ചെയ്യുന്നത്. നമ്മൾ എന്താ എഴുതിയത്, വാട്ടർ. ഓക്കെ, വാട്ടർ. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ എത്രയാണ്, ഫുള്ളാണ്. അപ്പോൾ 4/9 എന്ന ഫ്രാക്ഷൻ എഴുതുമ്പോൾ വാട്ടറിൽ എത്ര ഉണ്ട്, ഫുള്ളുണ്ട്. ഫുൾ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ നമ്മൾ 1 ആണ് ഉപയോഗിക്കുന്നത്. ഫ്രാക്ഷനിൽ നമ്മൾ ഫുൾ എന്ന് പറഞ്ഞാൽ 1ഉം പെർസെൻറ്റേജിൽ ഫുൾ എന്ന് പറഞ്ഞാൽ 100% ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറിൻ്റെ അളവാണ്. ഇതെല്ലാം ഞാൻ അവിടെ പറയുന്നുണ്ട്. ഒന്നും പറയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹാഫ് വാട്ടറും ഹാഫ് ഇതും. അപ്പം ഹാഫ് ആയി. നമുക്ക് എന്ത് ചെയ്യുന്നത്, എല്ലാത്തിനെയും 18 കൊണ്ട് ഗുണിക്കാം. LCM കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യാം, ഈ ഡിനോമിനേറ്റർ അങ്ങ് മാറ്റാം. 18 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും, 8 ആവും. 18 ആവും. ഇത് 9 ആവും. റേഷ്യോ എന്ത് വരും, 9 ഇവിടെ 1. അതായത് 9 ഉണ്ടായിരുന്ന സ്ഥാനത്ത്
അതായത് എത്രയോ മാറ്റി, ഒരു യൂണിറ്റ് മാറ്റിയിട്ടാണ്, ഒരു യൂണിറ്റാണ് മാറ്റിയത്. ഓക്കെ, മാറ്റിയിട്ടാണ്, എത്രയോ മാറ്റിയിട്ടാണ്. മിക്സർ മസ്റ്റ് ബി ഡ്രോൺ ഓഫ്, ഡ്രോൺ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി റേഷ്യോ എഴുതിയത് കേട്ടോ. അപ്പോൾ അത് ആ മാറ്റിയത് എത്ര യൂണിറ്റ് ആവും? ഒരു യൂണിറ്റ്. അപ്പോൾ ഒന്നാണ് നമ്മൾ മാറ്റേണ്ടത്. എത്രയിൽ? ടോട്ടൽ 9 1 10. മിക്സർ ഇപ്പോൾ ഉള്ളത് ഈ 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള വാല്യൂ. നേരത്തെ ഉണ്ടായിരുന്ന എന്താണ്? ഈ വാട്ടർ കൂടെ ചേരുന്ന അളവായിരുന്നു. ഓക്കെ, അതായത് 10 യൂണിറ്റിൽ ഒന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് തെറ്റത്തുമില്ല, നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കാൻ പറ്റും. മിൽക്ക് ആൻഡ് വാട്ടർ 2 വെസൽ തന്നിട്ടുണ്ട്, ഇത്രയും തന്നിട്ടുണ്ട്. വാട്ടർ റേഷ്യോ ഷുഡ് ബി ദ ബോത്ത് വെസൽ ബി മിക്സ്ഡ് ടു ഒബ്റ്റെയിൻ എ ന്യൂ മിക്സർ. വെസൽ സി കണ്ടെയ്നിങ് ഹാഫ് മിൽക്ക് ഹാഫ് വാട്ടർ. സിമ്പിൾ. അപ്പം 5/8 ഉണ്ട്, ഇത് 2/5 ഉണ്ട് അല്ലേ? 2/5. ഞാൻ ആദ്യത്തിൽ എയിൽ ഇത് ചെയ്യുവാണ്. ഇത്രയും 1/2 ആയി. LCM ആയിട്ടുള്ള 40 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 25, 40 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് 16, 40 കൊണ്ട് 20. റേഷ്യോ കിട്ടും 4:5 എന്നിട്ടും പേന എടുക്കുക ചെയ്യാം. 4:5 ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? സിമ്പിൾ അലിഗേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെസൽ. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ക്ലാസ് കാണുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ സീരീസ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം എഴുതിയിട്ട് പറയണം, എൻ്റെ കമൻറ്റിൽ വന്ന് പറയണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നോ, യൂസ്ഫുൾ ആയോ എന്നൊക്കെ നിങ്ങൾ പറയണം. ഒരു വെസലിൽ ആസിഡ് വാട്ടറും ഉണ്ട്, വാട്ടർ 67% ഉണ്ട്. 4 liters ഓഫ് സൊല്യൂഷൻ വാസ് ടേക്കൺ ഔട്ട് ഓഫ് ദ വെസൽ ആൻഡ് ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വാസ് ആഡ്. ഇഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് 30% ആസിഡ്, ദ ക്വാണ്ടിറ്റി ഓഫ് ദ വാട്ടർ ഇൻ ദ സൊല്യൂഷൻ അറ്റ് ദ ബിഗിനിങ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു എന്നറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബിഗിനിങ്ങിൽ എത്ര വാട്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ആഡ് ചെയ്യുന്നത്? വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റൂ? മിൽക്കിൻ്റെ അളവേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മിൽക്കിൻ്റെ അളവ് ഇപ്പോൾ ആദ്യം നമുക്ക് 100 ലിറ്റർ ഉണ്ടായിരുന്നു വെച്ചോ, 100 എടുക്കേണ്ട, 64% തന്നെ എടുക്കാം. ആ ഒരു സാധനത്തിനകത്ത് ഇതേ ടൈപ്പ് എവിടെയും ചെയ്യുന്നുണ്ട്, ഈ ടൈപ്പും അവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ആ ഒരു 3 ക്ലാസ്സിൽ ഈ ടൈപ്പും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കി തന്നെ മനസ്സിലാക്കണം. അപ്പോൾ 64% വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? 36% വാട്ടറാണുള്ളത്. അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല അവിടെ പറയുന്നുണ്ട്. നമ്മളുടെ ഫൈനൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഇൻറ്റു 1 - A / ടോട്ടൽ റേസ് ടു n ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാല്യൂ, ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന ടോട്ടൽ വാല്യൂ, n എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ശതമാനം ഉള്ളത്? 30% ബാക്കിയുള്ളത്. ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നു? നമ്മൾ മിൽക്കിൻ്റെ കാര്യം മിൽക്കേ നമുക്ക് എടുക്കാൻ പറ്റും. ഏതാണോ ഒഴിക്കുന്നത് അത് നമുക്ക് മാറ്റുന്നത്, അത് നമുക്ക് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഏതാണോ ഒഴിക്കാതെ ചേഞ്ച് ചെയ്യാതിരിക്കുന്നത്, ചേഞ്ച് ആവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ മാറ്റമൊന്നും വരുത്തുന്നില്ല, പുതുതായിട്ട് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മിൽക്കിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്കിൻ്റെ ഫൈനൽ വാല്യൂ 30% അത് അവിടെ തന്നിട്ടുണ്ട്. ആസിഡ്, മിൽക്കല്ല, ഇവിടെ ആസിഡാണ്, ആസിഡ് വാട്ടറാണ്. 30% ആസിഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഉണ്ടായിരുന്ന എത്രയാണ്? 64% വാട്ടറാണ്, ബാക്കി 36% ഉണ്ടായിരുന്നു. അത് ഇൻറ്റു 1 - പക്ഷേ റേഷ്യോ ആയതുകൊണ്ട് ഈ പെർസെൻറ്റേജ് വെട്ടിപ്പോക്കോളൂ. 1 - A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന വാല്യൂ. എത്ര ലിറ്റർ അവിടെ എടുക്കുന്നത്? 4 ലിറ്റർ. 4 ടോട്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എത്ര തവണ എടുക്കുന്നുണ്ട്? ഒരു തവണ എടുക്കുന്നുണ്ട്, 1 എന്ന് വന്നു. അതിനകത്ത് ഈ പെർസെൻറ്റേജ് ബൈ 30 36 5/6 ആണ്. 1/4 - x എന്ന് കിട്ടും. 1 - 5/6 എന്ന് പറഞ്ഞാൽ 4/x എന്ന് കിട്ടും. 1 - 5/6 എത്ര? 1/6. അപ്പോൾ 4/x = 1/6. x എന്ന് പറഞ്ഞാൽ 4 × 6 24 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് 24 ലിറ്ററിൽ നമുക്ക് എന്താ വേണ്ടുന്നത്? വാട്ട് ഈസ് ദ ബിഗിനിങ്ങിലെ വാട്ടറിൻ്റെ അളവ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ 24 ലിറ്ററിൻ്റെ 64%, 64/100. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 6 അവസാനിക്കും, 2 പോയിന്റ് കാണും. 4 4 16, 6 അവസാനിക്കും, 2 പോയിന്റ് കാണും. ഇത് രണ്ടും അങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേഷൻ ചെയ്യണോ? ചെയ്യാം. 64 4 എന്ന് പറയുമ്പോൾ 240, 256 6 25, 128 25, 148 153, 151 2 15.36 ഓപ്ഷൻ ബി ഉണ്ട് ആൻസർ. അപ്പോൾ ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നൈസ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? ഇത് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നത്. ഈവൻ ബാങ്ക് എക്സാമിൻ്റെ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കാണുക. ഇത് മനസ്സിലാവാത്തവർ ആ ഒരു ക്ലാസ് കണ്ടിട്ട് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ മനസ്സിലാവും. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 10-13 ക്വസ്റ്റ്യൻസ് ചെയ്തു. മിക്സർ അലിഗേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് CHS ആയതുകൊണ്ട് എളുപ്പമാണെന്ന് പറഞ്ഞല്ല ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഒരിക്കലും SSC എക്സാംസ് അങ്ങനല്ല. CHS ആയതുകൊണ്ട് എളുപ്പ ക്വസ്റ്റ്യൻ വരും, അങ്ങനെയൊന്നുമില്ല. ഈവൻ MTS പോലും CGL ലെവലിനേക്കാളും വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. CGL ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ, CGL ലെവൽ എന്ന് പറഞ്ഞ ലെവലില്ല, അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനേക്കാളും നല്ല ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായിട്ട് പോയി എക്സാം എഴുതുക. നമ്മുടെ മെത്തേഡ്സ് ഒക്കെ അവിടെ ഉപയോഗിക്കുക. ഓക്കെ, ചാനലിലിടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ ഇടുമ്പോൾ തന്നെ കണ്ട് നോട്ട് എഴുതി സെറ്റായിട്ട് പോകാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. എൻ്റെ ക്ലാസ് നോട്ട് എല്ലാം ഗ്രൂപ്പിലും എല്ലാം ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ.